തണ്ടും മൂക്കാത്ത നല്ല പിഞ്ച് ചീരയെ കർക്കിടകത്തില് 4-5 പ്രാവശ്യം ചീര മേടിച്ചു. ഇന്നാ നല്ല ചീര കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തണ്ട് മൂത്ത ചീരയായിരുന്നു, അതുകൊണ്ട് തണ്ട് കൊള്ളുകയല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തണ്ട് നട്ടു വെച്ചു. ഇത് കൂട്ട് തണ്ട് മുറിച്ചിട്ട് നട്ടു വെച്ചു. മുളച്ചു കേട്ടോ. മുളക്കിയാലെന്ന് ഞാൻ ഓർത്തായിരുന്നേ, എന്നാലും മുളച്ചു. ഇത് തണ്ട് നന്നായിട്ട് അരിയാൻ പറ്റുന്നുണ്ട്. തണ്ട് വണ്ണം കൂടിയാലേ മൂത്ത് പോകും അല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചീര മേടിച്ചിട്ട് തണ്ടെടുക്കാൻ പറ്റിയില്ല, തണ്ടെല്ലാം മൂത്ത് പോയി. പിന്നെ ഇന്ന് നല്ല ചീര കിട്ടിയത്, നല്ല ചീരയായിരുന്നു. അല്ലെങ്കിൽ പുഴുക്കുത്തലാന്നേ, ഭയങ്കര വെള്ള ആ ഇലയുടെ കളറ് മാറിയൊരു ഇതാണ്. പിന്നെ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? എല്ലാവരുടെയും ചോറും കറിയൊക്കെ ആയോ? എൻ്റെ ചോറും കറിയൊക്കെ ആയി. കിളിമീൻ മേടിച്ചു, കറി വെച്ചു, വറക്കാനെടുത്തു, ചോറ് വെച്ചു, പിന്നെ കാബേജ് തോരൻ, പിന്നെ ചീര. ഇത് മെഴുക്കുവരട്ടി വെക്കാനാ, തോരൻ വെക്കുന്നില്ല, മെഴുക്കുവരട്ടി. തോരൻ വെച്ചാലേ ഇത് തീരുകയല്ല, അതുകൊണ്ട് മെഴുക്കുവരട്ടി വെക്കാനാ. ഒരു സബോള കൊത്തി അരിഞ്ഞേ ഓക്കെ. അന്നേരം നിങ്ങൾ എങ്ങനെയാ ചീര വെക്കുന്നതെന്ന് കമന്റ് ഇടണം. തോരൻ എങ്ങനെയാ വെക്കുന്നതെന്ന് കമന്റ് ഇടണം. നിങ്ങളുടെ പണി കഴിഞ്ഞോന്ന് കമന്റ് ഇടണം. ഇടുവോ? എല്ലാവരും ഇടണേ. അന്നേരം ഞാൻ ചീര വെക്കട്ടെ. നമ്മൾ മുളപ്പിച്ച ചീരയാണേ. ഇത് 4-5 തൈ നിപ്പുണ്ട്. ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് ചീരത്തണ്ട് മുളച്ചു. ഇനി നമുക്ക് ഇത് കുഴിച്ചിടാം. വെറുതെ നിൽക്കട്ടെ അല്ലേ. മാനത്തെ